നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ സ്തുല്യവും വിലയേറിയതുമായ നാമത്തിൽ G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും വന്ദനം. കഴിഞ്ഞ ചില നാളുകളായി വിശുദ്ധ പത്രോസ് എഴുതിയ ലേഖനം, ഒന്നാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. വിശേഷാൽ നമ്മുടെ വിഷയം രാജകീയ പുരോഹിതവർഗം എന്നുള്ളതാണ്. രാജകീയ പുരോഹിതവർഗം എന്ന പുതിയ നിയമ ഉപദേശത്തെ പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനങ്ങളുടെ നടുവിലുണ്ടായിരുന്ന പൗരോഹിത്യ വിഷയത്തെക്കുറിച്ച് കൂടെ പഠിക്കുന്നത് നന്നാകുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ നാം ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ വിശാലമായി കിടക്കുന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി വിചിന്തനം ചെയ്തുകൊണ്ടുവന്നത്. ഇതിൽ ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ഇസ്രായേൽ ജനവും മരുഭൂമിയും അവിടുത്തെ വാസ വ്യവസ്ഥയും എന്നുള്ളതാണ്. പഴയ നിയമ അഹരോന്യ പൗരോഹിത്യ മതത്താൽ മിസ്രൈമിലെ 400 ശിഷ്ടം വർഷങ്ങളിലെ അടിമത്വം അവസാനിപ്പിച്ച് യഹോവയായ ദൈവം അവരുടെ പിതാക്കന്മാരോട് മുൻകൂർ അരുളി ചെയ്ത വാഗ്ദത്തങ്ങളെ നിറവേറ്റി. ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായം 13-14 വാക്യങ്ങളും 46-ാമത്തെ അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളും ആണ് അതിനാധാരമായി നാം എടുക്കുന്ന വാഗ്ദത്വത്തിന്റെ വചനങ്ങൾ. അപ്പോൾ അവരുടെ വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രയിൽ സാധാരണഗതിയിൽ യാത്ര ചെയ്താൽ 14 ദിവസങ്ങൾ കൊണ്ട് എത്തിച്ചേരേണ്ട ദേശത്ത് ഒരു ദിവസം 12 മുതൽ 14 വരെ മൈൽ ദൂരം യാത്ര ചെയ്ത് പാളയമടിച്ചാൽ 14 ദിവസം കൊണ്ട് യാത്ര ചെയ്തേണ്ട എത്തിച്ചേരേണ്ട സ്ഥലത്ത്, അതായത് 170 മൈൽ ദൂരമായിരുന്നു ഗോശൻ ദേശം മുതൽ യോർദാൻ നദി കടന്ന് വാഗ്ദത്തദേശത്തെത്തുവാൻ. എന്നാൽ മരുഭൂമിയിൽ സഞ്ചരിക്കേണ്ടി വന്ന 40 സംവത്സരങ്ങളിലെ അവരുടെ ശിക്ഷാവിധി അവരുടെ അനുസരണക്കേടിന്റെയും അവിശ്വാസത്തിന്റെയും പിറുപിറുപ്പിന്റെയും ഫലമായിരുന്നു എന്ന് മറന്നുപോകരുത്. ഈ 40 സംവത്സരങ്ങളിലെ ആത്മീയ അടിമത്വമായ ലോകത്തിൽ നിന്ന് ദൈവകുഞ്ഞാടാകുന്ന ദൈവപുത്രന്റെ വിലയേറിയ രക്തത്താൽ സ്വാതന്ത്ര്യം പ്രാപിച്ച ദൈവമക്കൾ വിശ്വാസത്താൽ അഥവാ ദൈവസഭ തങ്ങളുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനാകുന്ന ദൈവപുത്രനാൽ അവരവർ വസിക്കുന്ന ആത്മീയ അടിമത്വ മരുഭൂമിയിൽ കൂടി നമുക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്വർഗ സിയോനിലേക്കുള്ള വിശ്വാസയാത്രയിലത്രേ. അവർ അടിമത്വദേശമായിരുന്ന മിസ്രൈമിൽ നിന്ന് അക്ഷരിക വാഗ്ദത്തദേശത്തേക്ക് ഉള്ള യാത്ര ചെയ്തതുപോലെ മരുഭൂമിയിൽ കൂടി. പക്ഷേ ആ മരുഭൂമി വാസത്തെ ഉത്സവത്തിന്റെ വിഷയമായിട്ടാണ് ദൈവം പുറപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. മരുഭൂമിയിൽ ഉത്സവം ആചരിക്കേണ്ടതിന് എന്റെ ജനത്തെ വിട്ടയക്കുക. മരുഭൂമി, ഉഷ്ണക്കാറ്റ്, വെയില്, തണലില്ലായ്മ, ആശ്രയരഹിതമായ അവസ്ഥ. പക്ഷെ വിളിച്ചത് ദൈവമാകുന്നുവെങ്കിൽ ഏതെല്ലാം വിഷയങ്ങൾ മിസ്രൈമിൽ ഉണ്ടായിരുന്നതോ അതിലുപരി അനുഗ്രഹങ്ങളാൽ മരുഭൂമി വാസത്തിൽ കൊണ്ടുവന്ന ശേഷം ഉത്സവ പ്രതീകമായി നടത്തുവാൻ ശക്തിയുള്ള ദൈവമായിരുന്നു അവരെ വിളിച്ചത്. അതുകൊണ്ടാണ്
മോശയിൽ കൂടെ പോസ്റ്റ് പറയാത്ത ദൈവം പറഞ്ഞത് ഉത്സവമാചരിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. ആകയാൽ ഇസ്രയേൽ ജനങ്ങൾ നടന്ന 40 സംവത്സരങ്ങളിലെ മരുഭൂമി യാത്രയും നാം ആകുന്ന രാജകീയ പുരോഹിത വർഗം ജീവിക്കുന്ന ആത്മീയ മരുഭൂമിയാകുന്ന ഈ ലോകത്തിൽ നമ്മുടെ ആത്മീയ മരുയാത്രയും നമ്മളിലുള്ള ഒരു ഹ്രസ്വ വ്യാഖ്യാനമാകുന്നു തുടർന്നുള്ള വരികളിൽ കൂടി നാം വിചിന്തനം ചെയ്യുവാൻ പോകുന്നത്. ഒരു താരതമ്യ പഠനം. ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രത്തിൽ അവരുടെ മിസ്രയീം ദേശത്തു നിന്നും വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രയിൽ അവരുടെ പിതാക്കന്മാർ ചെയ്ത 40 സംവത്സരങ്ങളിലെ മരുഭൂമിവാസം, വാഗ്ദത്ത ദേശത്ത് എത്തി അവർ പണിയാത്ത വീടുകളും അവർ കുഴിക്കാത്ത കിണറുകളും അവരാരും നടാത്ത തോട്ടങ്ങളും കൈവശപ്പെടുത്തി സ്വൈരവാസം കഴിക്കുമ്പോഴും അവരുടെ മരുവാസ ജീവിതത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വിഷയം അല്പം ജാഗ്രതയോടുകൂടി ദൈവമക്കൾ ശ്രദ്ധിക്കണം. അവർ വാഗ്ദത്തദേശത്ത് വന്ന് സ്വന്തം രാജ്യം സ്ഥാപിച്ച് സ്വൈരവാസം ചെയ്ത് ജീവിക്കുമ്പോഴും അവരുടെ പിതാക്കന്മാർ പരിമൂവിയിൽ പാർത്തിരുന്ന ആ ജീവിത ശൈലിയെ ഓർപ്പിച്ചുകൊണ്ട് ദേശത്തിന് നേരെ കിഴക്ക് ദിശയിൽ നിന്നും ഉഷ്ണകാലത്ത് അടിക്കുന്ന ഒരു ഉഷ്ണക്കാറ്റുണ്ടായിരുന്നു. എല്ലാ സംവത്സരങ്ങളിലും ഓരോ വർഷത്തിലും ദേശത്തിന് നേരെ ശക്തമായി അടിക്കുന്ന കിഴക്കൻ കാറ്റിന്റെ ഫലമായി പൊക്കം കൊണ്ടും കൊമ്പുകളുടെ പെരുപ്പം കൊണ്ടും പ്രസിദ്ധമായിരുന്ന വൃക്ഷങ്ങൾ നിലത്ത് തള്ളിയിടപ്പെട്ട് കൊമ്പുകൾ ഒടിക്കപ്പെട്ട് ഫലങ്ങൾ ഉണക്കിക്കളയും. യെഹെസ്കേൽ പ്രവചനം 19-ാം അധ്യായം 11-12 വാക്യങ്ങൾ വായിച്ചു കൊണ്ടാൽ മതി. ഈ കിഴക്കൻ കാറ്റ് അവരുടെ പിതാക്കന്മാർ ചിലവഴിച്ച മരുഭൂമിവാസത്തെ ഓർപ്പിക്കുവാൻ ദൈവം അയക്കുന്ന ജ്ഞാപകക്കുറിപ്പ്, റിമൈൻഡർ ആയിരുന്നു എന്നാണ് അവർ വിശ്വസിച്ചു വന്നിരുന്നത്. ഇതുപോലെ പാപാന്തകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശമാകുന്ന ദൈവകൃപയിലേക്ക് വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവമക്കൾ ആ അനുഗ്രഹീയ അവസ്ഥയിൽ പാർത്തുകൊണ്ട് അവിടെ ആയിരിക്കുന്ന ഓരോ വിശ്വാസികളും ഏത് ഔന്നത്യാവസ്ഥയിലും ലോകത്തിന്റെ ഏത് ഭൂഖണ്ഡത്തിലും രാജ്യത്തിലും പട്ടണത്തിലും വാഗ്ദത്തദേശത്ത് ജീവിച്ചാലും അവരുടെ പൂർവ്വപിതാക്കന്മാരും പൂർവ്വമാതാക്കളും കടന്നു വന്ന ആത്മീയ മരുഭൂമിയിൽ അതിന്റെ അവസ്ഥ, അവരനുഭവിച്ച കഷ്ടപ്പാടുകളെ മറന്നു പോകരുത് എന്നുള്ളതാകുന്നു ഇസ്രയേൽ ജനങ്ങളുടെ നേരത്തെ അയച്ച ഉഷ്ണക്കാറ്റ് അവരെ ഓർപ്പിച്ചതുപോലെ ഇന്നത്തെ ആത്മീയ ലോകത്തിൽ അനുഭവിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളുടെ നേരെ വരുന്ന പ്രശ്നങ്ങൾ എന്ന് മറന്നു പോകരുത്. അത് മറന്ന് ദൈവം കൊടുത്ത അക്ഷരീയവും ആത്മീയവുമായ നന്മകളുടെ ഉറവിടം മറന്ന് ദൃശ്യമായ സന്തോഷ ലഹരിയിൽ ആനന്ദിച്ച് ആറാടി യഹോവയാം ദൈവത്തെ മറന്നു കളഞ്ഞ ഇസ്രായേൽ ജനത്തെ അവരുടെ പൂർവകാല അവസ്ഥയിലുണ്ടായിരുന്ന ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന വേദഭാഗം അത്രേ യെഹെസ്കേൽ പ്രവചനത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നത്. സ്വന്തം രാജ്യം, രാജാക്കന്മാർ, വേഷഭൂഷാദികൾ, അനുഗ്രഹ സമൃദ്ധികൾ, വെക്കാത്ത വീട്, നട്ടുണ്ടാക്കാത്ത തോട്ടം, കുഴിച്ചിട്ടില്ലാത്ത കിണർ, പാലും തേനും ഒഴുകുന്ന ദേശം, അവിടെ പാർത്തുകൊണ്ട് സുഖാനുഭൂതികളിൽ ആനന്ദിച്ചാറാടിയ ഇസ്രായേൽ ജനത്തെ അവരുടെ പൂർവ്വകാല അവസ്ഥയെ ഓർപ്പിക്കുന്ന പ്രവാചകന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുക. മനുഷ്യപുത്ര, നീ യെരൂശലേമിനോട് അതിന്റെ മ്ലേച്ഛതകളെ അറിയിച്ച് പറയേണ്ടത് യഹോവയായ കർത്താവ് യെരൂശലേമിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഗോശേൻ ദേശത്ത് അടിമകളായിരുന്ന ജനത്തെ കുഞ്ഞാടിന്റെ ചോരത്തെളിപ്പിനാൽ വിടുതൽ കൊടുത്ത് ചെങ്കടലിന്റെ നടുവിൽ കൂടി ഏകദേശം 2-3 ഫർലോങ് ആഴമുള്ള വെള്ളത്തിന്റെ നടുവിൽ ചെങ്കൽപ്പാത ഒരുക്കി
വെള്ളത്തെ ഐസ് കട്ടയാക്കി ഭിത്തിയാക്കി നിർത്തിക്കൊണ്ടുവന്ന ജനം യെരുശലേം സമാധാനത്തിന്റെ ഭവനം എന്ന ആ നാട്ടിൽ വന്ന് സുഖലോലുവരായി പാർക്കുമ്പോൾ അവരുടെ നടുവിൽ നടന്ന മ്ലേച്ഛതകളെ കണ്ടിട്ട് പ്രവാചകനെ കൊണ്ട് ദൈവം പറയിക്കുകയാണ്, നിന്റെ ഉൽപ്പത്തിയും നിന്റെ ജനനവും കനാൻ ദേശത്തായിരുന്നു എന്ന് പറഞ്ഞാൽ നിന്റെ സ്വന്തമല്ലാത്ത ദേശത്തായിരുന്നു, കനാന്യരുടെ ദേശത്തായിരുന്നു. നിന്റെ അപ്പൻ അമോര്യനും നിന്റെ അമ്മ ഒരു ഹിത്യ സ്ത്രീയുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് നിന്റെ പ്രമാണത്തിൽ അമോര്യരോടും ഹിത്യരോടും അകന്നുകൊള്ളണം, അവരുമായി കൂട്ടായ്മ ആചരിക്കരുതെന്ന് പറഞ്ഞ അയിത്വം ആചരിക്കുന്നവരുണ്ടല്ലോ, അവരിൽ നിന്നൊരുവനായിരുന്നു നിന്റെ അപ്പൻ, അവരിൽ നിന്നൊരുവളായിരുന്നു നിന്റെ അമ്മ. നിന്റെ ജനന വസ്തുതയോ? അപ്പൊ ദൈവം ഓർപ്പിക്കുകയാണ് ആരംഭ ദിശയെ കുറിച്ച്. ജനിച്ച നാളിൽ നിന്റെ പൊക്കിൽ മുറിച്ചില്ല, നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ച് വെടിപ്പാക്കിയില്ല, ഉപ്പ് തേച്ചില്ല, തുണി ചുറ്റിയതുമില്ല. പ്രാഥമിക ശുശ്രൂഷകൾ ചെയ്ത് നീ ജീവിക്കട്ടെ എന്ന് കരുതുവാൻ തക്കവണ്ണം പോലും ആരും ഇല്ലായിരുന്നു എന്ന് മറന്നു പോകരുത്. നിന്റെ അമ്മയപ്പന്മാർ ദേശാന്തരികളായിരുന്നു, സ്ഥിരമായ പട്ടണമോ പണിതുണ്ടാക്കിയ വീടുകളോ ഇല്ലായിരുന്നു. ഇത് മറന്നു പോകരുത്. എന്നാൽ പ്രവാചകനായിരുന്ന യിരെമ്യാവിന്റെ കാലമായപ്പോഴേക്കും അവളെ ഇസ്രയേലിനെ വയലിലെ സസ്യം പോലെ ദൈവം പെരുക്കി. അവൾ വളർന്നു വലുതായി സൗന്ദര്യം പ്രാപിച്ചു. ഒന്ന് നോക്കുക, അക്ഷരീയമായ വിഷയം അല്ല ഇവിടെ നാം ചിന്തിക്കേണ്ടത്, ആത്മീയമായ വിഷയം. ഏത് വിധത്തിലും ലോകോത്തര ജാതികളുടെ നടുവിൽ അവർക്ക് തുല്യരായി ഒരുവരുമില്ലാതെ വണ്ണം സ്വന്തം രാജ്യം, സ്വന്തം ആരാധന സ്ഥലം, സ്വന്തം പൗരോഹിത്യവർഗം, സ്വന്തം രാജാവ്, എല്ലാറ്റിനും എല്ലാം. കാരണം അവളെ വെള്ളത്തിൽ കുളിപ്പിച്ച് രക്തം കഴുകിക്കളഞ്ഞ്, പാപരക്തം കഴുകിക്കളഞ്ഞ്, എണ്ണ പൂശി എന്ന് പറഞ്ഞാൽ അഭിഷേകം ചെയ്ത് അവളെ വിചിത്ര തയ്യലുള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ചു, തകസുതൂൽ കൊണ്ടുള്ള ചെരിപ്പിടിവിച്ചു, ശണപടം കൊണ്ട് ചുറ്റി പട്ടുപുതപ്പിച്ചു, അവളെ ആഭരണം അണിയിച്ചു, അലങ്കരിച്ചു, കൈക്ക് വളയും കഴുത്തിൽ മാലയും മൂക്കിൽ മൂക്കൂത്തിയും കാതിൽ കുണുക്കുകളും ഇടുവിച്ചു, തലയിൽ ഭംഗിയുള്ള കിരീടം വെച്ചു. ഇങ്ങനെ നീ പൊന്നും വെള്ളിയും അണിഞ്ഞ് നിന്റെ ഉടുപ്പും ശണപടവും പട്ടും വിചിത്ര വസ്ത്രവും ആയിരുന്നു. നീ നേരിയ മാവ് തേനും എണ്ണയും കൊണ്ട് ഉപജീവിച്ചു. മരുഭൂമിയിൽ രാവിലെ കൂടാരത്തിന് പുറത്തു നടന്ന് പെറുക്കി ഉരലിൽ ഇടിച്ച് പാറയിലെ വെള്ളം കൊണ്ട് കുഴച്ച് തവയിൽ ചുട്ടെടുത്ത് ആറ്റുന്ന നാളുകൾ നീ മറക്കരുത്. ഇന്ന് നീ നേരിയ മാവും ഇടിക്കണ്ട, തേനും മാധുര്യവും ചേർത്ത് ഉപജീവിക്കുന്നു. മഞ്ഞയുടെ രുചിയോ കൊത്തമ്പാലരി പോലെ നിറവും തേൻ ചേർത്ത ദോശയ്ക്കും തുല്യമായിരുന്നു. ഇന്നോ അക്ഷരീയ തേനും അക്ഷരീയ മാവും കൊണ്ട് ഉപജീവിക്കുന്നു. ഏറ്റവും സൗന്ദര്യമുള്ളവളായി നീ തീർന്നു. നിനക്ക് രാജ്യത്വം സിദ്ധിച്ചു. ഞാൻ നിന്നെ അണിയിച്ച അലങ്കാരം കൊണ്ട് നിന്റെ സൗന്ദര്യം പരിപൂർണമായതിനാൽ നിന്റെ കീർത്തി ജാതികളിൽ പരന്നു. പിന്നീടുള്ള അവളുടെ പതന ചരിത്രവും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. എത്യോപ്യയിൽ നിന്ന് വന്ന കന്തക്ക, ശലോമോന്റെ നടപ്പും വേലക്കാരുടെ ഉടുപ്പും അവിടുത്തെ ആഹാര രീതിയും കൊണ്ട് അത്ഭുതപ്പെട്ടു പോയി. അവൾ ആകാശത്തേക്ക് നോക്കി നിന്ന് വിളിച്ചു പറഞ്ഞത്, ഇതിന്റെ ഒരു അംശം പോലും ഞാൻ അവിടെ കണ്ടിട്ടില്ല. ഒന്ന് ശ്രദ്ധിക്കണം വാത്സല്യ ദൈവമക്കളെ, മിസ്രൈമിലായിരുന്നപ്പോൾ നിന്റെ അവസ്ഥ എന്തായിരുന്നു? ഇന്ന് നിന്റെ അവസ്ഥ എങ്ങനെയിരിക്കുന്നു? അവൾ സൗന്ദര്യത്തിൽ ആശ്രയിച്ചു, അവളുടെ കീർത്തി ഹേതുവായി പരസംഗം ചെയ്തു. വഴി പോകുന്ന ഏവന്റെ മേലും അവൾ പരസംഗം ചിലവഴിച്ചു. യെഹെസ്കേൽ പ്രവചനം 16-ാം അധ്യായം 1 മുതൽ 15-ഉം 45-ഉം വാക്യങ്ങൾ വായിച്ചുകൊണ്ടാൽ മാത്രം മതി. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ പ്രവൃത്തികൾ എത്ര വലിയതാണ്, ദൈവത്തിന്റെ വഴികൾ എത്ര വലുതാണ്. കുഴിയിൽ നിന്നും ചേറ്റിൽ നിന്നും കരയേറ്റി ഉന്നതന്മാരോടുകൂടിയും ദേശത്തിന്റെ ഔന്നത്യങ്ങളിൽ കൂടെയും
നടന്നുകൊണ്ടിരിക്കുന്ന രാജകീയ പുരോഹിത വർഗം ഇന്നേക്ക് 75, 80, 90 സംവത്സരങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ വലിയപ്പച്ചന്മാരും വല്യമ്മച്ചിമാരും ഏത് വഴി ഏത് വിധത്തിൽ നടന്നു എന്ന് ഒന്ന് വിചിന്തനം ചെയ്ത് നോക്കിയിട്ട് വേണം ഇങ്ങനെ അഹങ്കരിച്ച് നടക്കുവാൻ. ഇസ്രായേൽ ജനത്തോട് ദൈവം പറയുകയാണ്, നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത കരിഗർഭത്തിലേക്കും ഒന്ന് നോക്കണം. ആ പാറ, ദൈവത്തിന് സ്തോത്രം, ഏതിനും ഉപയോഗശൂന്യമായി കിടന്നതിനെ വെട്ടിയെടുത്ത് ഞാൻ അതിന്മേൽ പണിത് മനോഹര രൂപങ്ങളാക്കി തീർത്തതുപോലെ ഇന്നേക്ക് സംവത്സരങ്ങൾക്ക് മുൻപ് സമുദായരുടെയും പൗരോഹിത്യ മതക്കാരുടെയും മുൻപിൽ കൂത്തുകാഴ്ചയായി തീർന്നിരുന്ന പൂർവീക പിതാക്കന്മാർ, വീട്ടിൽ നിന്നും പള്ളികളിൽ നിന്നും നിഷ്കാസനം ചെയ്ത് ഇറക്കി വിടപ്പെട്ടവർ, പരഗതിയില്ലാതെ ജീവിച്ചവർ, ഓലമേഞ്ഞ പുരയിലും ചാണകവും മണ്ണും കുഴച്ച് തളിച്ച തറയിലും ജീവിച്ചവർ, ഒരു വസ്ത്രത്തിന് മറുതുണിയില്ലാതിരുന്നവർ, അടിമത്വം എന്ന് പറയുന്ന ആത്മീയ മുഖത്തിൻ കീഴിലിരുന്നവർ, അന്ന് ദൈവത്തെ മാത്രം നോക്കി ഇറങ്ങി തിരിച്ചതുകൊണ്ട് പിൻകാല തലമുറയെ ദൈവം അനുഗ്രഹിച്ചു. ഇന്ന് പിൻകാല തലമുറ ഇസ്രായേൽ ജനത്തിന്റെ വാഗ്ദദേശത്ത് നടന്നു വന്ന എല്ലാ അനാത്മീയ മ്ലേച്ഛതകളുടെയും ജീവിതത്തിന് തുല്യമായല്ലേ ഈ 2020, 21, 22 തുടർന്നുള്ള നാളുകളിലും ജീവിച്ചു വരുന്നത് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കണം. വെട്ടിയെടുത്ത പാറയിലേക്കും ആവതുണ്ടെങ്കിൽ നിങ്ങൾക്കറിയില്ലെങ്കിൽ മൂപ്പന്മാരോട് ചോദിയിരെ, അവർ പറഞ്ഞു തരും. പക്ഷികളോട് ചോദിയിരെ, അത് നിങ്ങൾക്ക് ഉപദേശിച്ചു തരും എന്ന് തിരുവചനത്തിൽ അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. രാജകീയ പുരോഹിത വർഗത്തിന് ലഭിച്ച നന്മകൾ അവർണ്ണനീയമത്രേ. അതിനെ വിവരിക്കുവാൻ നമുക്കാവതല്ല എന്നുള്ളത് മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. രാജകീയ പുരോഹിത വർഗമേ, നിങ്ങളെ ദൈവം എവിടെ നിന്ന് വിളിച്ചു, ഇപ്പോൾ എവിടെ ആക്കിയിരിക്കുന്നു, അതുകൂടെ ചിന്തിച്ചിട്ട് വേണം അഹങ്കരിക്കേണ്ടത്. മ്ലേച്ഛത ദൈവസഭയുടെ നടുവിൽ വേണ്ട. ദൈവസഭയ്ക്ക് മ്ലേച്ഛതയില്ല. ഏകനായി ഈ ലോകത്തിൽ സഞ്ചരിച്ച് സ്വന്തം വസ്ത്രം പോലും അഴിച്ചെടുത്തിട്ട് തലയിൽ മുൾക്കിരീടവും ശരീരം മുഴുവൻ മുറിവും വ്രണവും അടിയുടെ വാടും മുഖത്തുകൂടെ തുപ്പൽ ഒലിച്ചുകൊണ്ട് പച്ചമരക്കുരിശും ചുമന്നുകൊണ്ട് യെരുശലേമിലെ ഹെരോദാവിന്റെ ഓഫീസിന്റെ മുൻപിൽ നിന്ന്, പീലാത്തോസിന്റെ ഓഫീസിന്റെ മുൻപിൽ നിന്ന് വീണും എഴുന്നേറ്റും ഗോൽഗോഥാ മലയുടെ മുകളിൽ ഒറ്റയ്ക്ക് കരേറിപ്പോയ യേശു ക്രിസ്തുവിന്റെ മാർഗമാണിത്. അഹങ്കാരത്തിന്റെ മാർഗമല്ല. ഇന്ന് പ്ലാറ്റ്ഫോമുകളിൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന അലങ്കാരങ്ങളെ കാണുക, പുരോഹിതന്മാർ ധരിക്കുന്ന വസ്ത്രഭൂഷാദികളെ കാണുക, മുൾക്കിരീടം തഴിച്ചവന്റെ സ്ഥാനാപതിയായി നിൽക്കുന്നവരുടെ തലയിൽ വയ്ക്കപ്പെട്ടിരിക്കുന്ന കിരീടങ്ങൾ കാണുക, ഉണക്കക്കമ്പ് പിടിച്ചുകൊണ്ട് രാജാവേ ജയ ജയ എന്ന് അപമാനിച്ച ക്രിസ്തുവിന്റെ പ്രതിപുരുഷന്മാരുടെ കയ്യിൽ ഇരിക്കുന്ന വളഞ്ഞ ആ വലിയ അംശവടി നിങ്ങൾ കാണുക. ഏതെല്ലാം വിധത്തിൽ സഭ ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോയി. എന്നിട്ട് പറയുകയാണ്, ഇതാണ് രാജകീയ പുരോഹിത വർഗം. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്ക് നോക്കുക മാത്രമല്ല, ഹാഗായി പ്രവാചകൻ തന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചു, നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് പഴയ വഴികളെ ഒന്ന് ചിന്തിച്ചു നോക്കുക. യിരെമ്യാ പ്രവചകൻ 6-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ എഴുതി, ഇന്നത്തെ ആത്മീയ കോളത്തിൽ ധാരാളം വഴികളുണ്ട്. എത്ര വിധത്തിലുള്ള ക്രൂസേഡുകൾ, എത്ര വിധത്തിൽ ഉള്ള പ്ലേക്കാർഡുകൾ, എത്ര വിധത്തിലുള്ള വിളംബര ശൈലികൾ, ഏതെല്ലാം വിധത്തിൽ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പുരോഹിതന്മാർ നിൽക്കുന്നത്. ഒരക്ഷരം പോലും പറയാതെ വായി മൂടി മൈക്രോഫോണും കയ്യിൽ പിടിച്ചുകൊണ്ട് ഫോട്ടോ ഇടുന്ന ശുശ്രൂഷന്മാരുടെ ആ ഫോട്ടോ കാണുമ്പോൾ ദുഃഖം തോന്നുന്നു. ഒന്നും മിണ്ടാതിരുന്ന യേശു ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാകുന്നു പോലും. വളരെ ശ്രദ്ധിക്കുക. മരുഭൂമിയിലെ ഉഷ്ണക്കാറ്റ് പൂർവകാല ജീവിതത്തെ ഓർപ്പിക്കുവാൻ വാഗ്ദത്ത ദേശത്ത് അയച്ച ദൈവത്തിന്റെ പ്രവൃത്തികൾ ഓർത്ത് അന്നത്തെ കാലത്തെ ഇസ്രായേൽ ജനങ്ങൾ ദൈവം അവരുടെ പിതാക്കന്മാർക്ക് ചെയ്യുന്ന നന്മകൾ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചതുപോലെ ഇന്നത്തെ വാഗ്ദത്ത ദേശമാകുന്ന അമേരിക്കയിലും അറബി ദേശങ്ങളിലും യൂറോപ്യൻ ദേശങ്ങളിലും സുഖവാസം ചെയ്യുന്ന പിൻതലമുറക്കാർ ദൈവം അവരുടെ പിതാക്കന്മാരെ നടത്തിയ വഴികളുടെ അനന്തര ഫലമാണ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നത് എന്നോർത്ത് ദൈവത്തെ
ദൈവവചനം കേൾക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകട്ടെ.